കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നദ്ധിയില് വചനത്തിന് മുമ്പാകെ ആയിരിക്കുവാൻ ലഭിക്കപ്പെട്ട വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രത്യേകാൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ പാസ്റ്റർക്കും ക്രിസ്തുയേശുവിലുള്ള വചനത്തെ അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ വചനത്തിന് മുമ്പാകെ നമുക്ക് കടന്നു വരാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 26 അധ്യായം അതിന്റെ 22, 23 വേദഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സസ് 22 and 23. പ്രൈസ് ദി ലോർഡ്. 26 അധ്യായം അതിന്റെ 22, 23 വേദഭാഗങ്ങൾ. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് വായിക്കുവാൻ ഇടവന്നത്. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ നിമിത്തമായിട്ട് താൻ ബന്ധനസ്ഥനായിരിക്കുന്ന സമയത്ത് തൻ്റെ വിശ്വാസത്തെ കുറിച്ച് പ്രതിവാദം പറയുവാൻ അഗ്രിപ്പ രാജാവിന്റെ മുമ്പാകെ ഒരു അവസരം ലഭിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ആ ഒരു അവസരത്തെ പൗലോസ് ഉപയോഗിക്കുന്നതാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 25-ന്റെ 23 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, പിറ്റേന്ന് അഗ്രിപ്പാവ് ബെർണീക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു. സഹസ്രാധിപകളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറെ ഫെസ്തോസിന്റെ കൽപ്പനയാൽ പൗലോസിനെ കൊണ്ടുവന്നു. അപ്പോ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു ആരൊക്കെയാണ് ആ വിചാരണ സഭയിൽ കൂടിയിരിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ അഗ്രിപ്പ രാജാവിനോട് കൂടെ ആ ദേശത്തിന്റെ അധിപതികളും സഹസ്രാധിപന്മാരും അപ്പോൾ തന്നെ നഗരത്തിലെ പ്രധാനികള് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു വിചാരണ സഭയാണ്. ഈ വിചാരണ സഭയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പൗലോസിന് തന്റെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി ഒരു അവസരം ലഭിക്കുന്നത്. അങ്ങനെ ഒരു അവസരം ലഭിക്കുമ്പോൾ പൗലോസ് വളരെ സന്തോഷത്തോടെ അതിനെ ഉൾക്കൊള്ളുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ഒരു അധ്യായം നമ്മൾ 26 അധ്യായം അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായം നമ്മൾ ആദ്യം തൊട്ട് പഠിച്ചു വരുമ്പോൾ യേശു കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ശൗൽ എന്ന തന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ എങ്ങനെയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ താൻ നിലകൊണ്ടതെന്നും താൻ ഒരു പരീക്ഷനായി വർത്തിച്ചതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലിനുണ്ടായ ആ വ്യക്തിപരമായ ആ ആത്മീയമായിട്ടുള്ള ഹല്ലേലൂയ അനുഭവത്തെ കുറിച്ച് വെളിപ്പെടുത്തിയതിനു ശേഷം ആ അനുഭവത്തിലൂടെ കർത്താവ് തനിക്ക് പ്രത്യക്ഷനായി തന്നെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്നും ആ സുവിശേഷം താൻ പ്രസംഗിക്കപ്പെടുമ്പോൾ ആ സുവിശേഷം നിമിത്തമായിട്ട് ജനത്തിന്റെ ജീവിതത്തിനകത്ത് എങ്ങനെയുള്ള വിടുതലുകളാണ് സംഭവിക്കുന്നത് എന്നും ആ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പൗലോസിനെ ദൈവം എങ്ങനെയാണ് കരുതിയതെന്നും ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പിലുള്ള തന്റെ ജീവിതം ഒരു പരീക്ഷനായിട്ട് താനായിരുന്ന സാഹചര്യത്തിൽ തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ആത്മീയ ബന്ധം അതെങ്ങനെ സ്ഥാപിതമായി എന്നുള്ളത് ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ കർത്താവിന്റെ പ്രത്യക്ഷത തന്റെ ജീവിതത്തിൽ നൽകി കൊടുത്തതെന്നും
തന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചു വേർതിരിച്ചു എന്നും ആ ശുശ്രൂഷ എന്താണ്? ആമേൻ. അത് സുവിശേഷം അറിയിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ പങ്കിടുക എന്നുള്ള ഒരു ശുശ്രൂഷയാണെന്നും, ആ ശുശ്രൂഷ കൊണ്ട് അല്ലെങ്കിൽ ആ സുവിശേഷം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്നും, ആ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് തന്നെ എങ്ങനെ സംരക്ഷിക്കുന്നു, എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ അധ്യായത്തിനകത്ത് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്ന ഹല്ലേലൂയ യേശു കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുമ്പോൾ ഈ ഒരു അധ്യായത്തിന്റെ വളരെ കാതലായിട്ടുള്ള ഒരു വിഷയം ഭാവികാല പ്രത്യാശ എന്നുള്ളതാണ്. ഭാവികാല പ്രത്യാശയിലേക്ക് അധികാര സമൂഹങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഒരു അധ്യായം കൂടെയാണ് 26-ാമത്തെ അധ്യായം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാം നമുക്ക് വിശദീകരിക്കുവാൻ സമയമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്ന് തന്റെ ജീവിതത്തെ കുറിച്ച്, തന്റെ ജീവിതത്തിൽ യേശു കർത്താവിൽ വിശ്വസിച്ചത് നിമിത്തമായിട്ടുണ്ടായ മാറ്റത്തെ കുറിച്ച്, തന്റെ ആത്മീയ ശുശ്രൂഷയെ കുറിച്ച്, മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ കുറിച്ച്, ഭാവികാല പ്രത്യാശയെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൗലോസ് വളരെ സന്തോഷത്തോടെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് പൗലോസ് ഇത്രയും സന്തോഷത്തോടെ ഇത് കൈകാര്യം ചെയ്യുവാൻ ഇടവന്നത്? പ്രൈസ് ദി ലോർഡ്. സ്വാഭാവികമായിട്ട് മാനുഷിക നിലയിൽ നമ്മൾ നോക്കിയാൽ പൗലോസ് സ്വാതന്ത്ര്യത്തോടെ ചലിക്കാൻ കഴിയാതെ ഒരു ബന്ധനസ്ഥനായിരിക്കുന്ന സാഹചര്യമാണ്. ഈ ബന്ധനസ്ഥനായിരിക്കുന്ന സാഹചര്യത്തിലും തന്റെ ജീവിതത്തിനകത്ത് കർത്താവിനെ പ്രസന്റ് ചെയ്യുവാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ അത് സന്തോഷത്തോടെ പൗലോസ് ഉപയോഗിക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിന് നമ്മളോട് പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ സത്യം, ഹല്ലേലൂയ, പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ ഈ ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് കണ്ടപ്പോൾ ആ ശൗലിനെ കുറിച്ച് കർത്താവ് പറയുന്ന ചില വാക്കുകളുണ്ട്. ഹല്ലേലൂയ. ഇവനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാ. എന്തിനു വേണ്ടിയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ജാതികളുടെ നടുവിൽ, രാജാക്കന്മാരുടെ നടുവിൽ എന്റെ നാമം ഉയർത്തുവാൻ ഞാൻ തെരഞ്ഞെടുത്ത മാനപാത്രമാണ്. അപ്പോൾ ശൗലിനെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ ഒരു നിവർത്തീകരണം കൂടിയാണ് ഇവിടെ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്ന് ശക്തമായിട്ട് തന്റെ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിറവേറുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ആ വാഗ്ദത്തത്തെ നിറവേറ്റി തരുവാൻ നമ്മുടെ ജീവിതത്തിനകത്ത് പല സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും സാഹചര്യങ്ങളെ കണ്ടിട്ട് നമ്മൾ നിരാശരായി പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പൗലോസിനെ നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പൗലോസ് തന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തിന്റെ നടുവില് തന്റെ മനോഭാവം വളരെയധികം വ്യത്യസ്തമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ ബന്ധനത്തിൽ കിടക്കുമ്പോഴും പൗലോസ് പറയുന്ന ഒരു കാര്യം, ഈ ബന്ധന സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. താൻ ബന്ധനത്തിൽ കിടക്കുമ്പോൾ തന്റെ സ്നേഹിതര്, തന്റെ കൂട്ടാളികളായി കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നവര് പൗലോസിന് വേദന കൊടുക്കുമാർ കടന്നു എന്ന് പ്രസംഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് പറയുന്നു, അവര് എന്ത് തന്നെയാണെങ്കിലും അവര് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എങ്കില് ഞാൻ അതിനകത്ത് സന്തോഷിക്കുകയാണ്. അപ്പൊ സാഹചര്യത്തിനകത്ത് വ്യത്യസ്തമായ ഒരു മനോഭാവമാണ് പൗലോസ് കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് ഇവിടെയെല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇന്ന് രാത്രികാല ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തം പറയുവാനുണ്ടെങ്കിൽ, ആ വാഗ്ദത്തം നിറവേറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രികാലം നമ്മൾ സേവിക്കുന്നത് എന്ന് വചനശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നമ്മളെ ദൈവം കടത്തിവിടുന്ന സാഹചര്യം എന്ത് തന്നെയാണ്
ആണെങ്കിലും ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം. കഷ്ടത വന്നാലും സന്തോഷം വന്നാലും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം അനുവദിക്കാതെ സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിച്ചാണ് പൗലോസ് ഈ ബന്ധനത്തില് കാരാഗ്രഹത്തിന്റെ നടുവില് ആയിരിക്കുന്നത് എങ്കിൽ പൗലോസിന് ഒരു കാര്യം ഉറപ്പോടെ വിശ്വാസത്തോടെ പറയുവാൻ കഴിയും. ഇത് വെറുതെയല്ല, ഇതിന്റെ നടുവിൽ ഒരു വാഗ്ദത്ത നിവർത്തീകരണമാണ്. ഇതിന്റെ നടുവിൽ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഞാൻ നിൽക്കണം എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് എല്ലാ നിമിഷങ്ങളിലും നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുന്നത് എന്ന് വചനശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് വാഗ്ദത്തം കിടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ഒരു വശത്ത് സംഭവിക്കുകയാണ്. എന്നാൽ മറുവശത്ത് തന്റെ ബന്ധനങ്ങളെ പ്രൈസ് ദി ലോർഡ് ഒരു പർവ്വതീകരിക്കപ്പെടാൻ പൗലോസ് വിട്ടുകൊടുക്കാതെ ആ ബന്ധനങ്ങളുടെ നടുവിലും തനിക്ക് ലഭിക്കുന്ന ഒരു അവസരം കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ പ്രസന്റ് ചെയ്യുവാൻ തന്റെ ജീവിതത്തിനകത്ത് പൗലോസ് ഉപയോഗിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, പല പ്രതിസന്ധിയിലൂടെ നമ്മൾ ഒരുപക്ഷെ കടന്നുപോയെന്ന് വരാം. ഹല്ലേലൂയ. പല ബന്ധനങ്ങൾ, പല കഷ്ടതകളൊക്കെ ജീവിതത്തിനകത്ത് കടന്നു വന്നെന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും മാറ്റി നിർത്തിയിട്ട് ഒരു ക്രിസ്തീയ ജീവിതമില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇതിനെ നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു, ഏത് മനോഭാവത്തോടെ കാണുന്നു? പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് അറിയാതെ, എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല. എന്റെ ദൈവം ഈ കഷ്ടതയുടെ വഴിയിലൂടെ എന്നെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഒരു മഹത്വത്തിലേക്ക് ഉയർത്താൻ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ആ കഷ്ടത നീങ്ങിപ്പോയില്ലേലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തീച്ചൂള മാറിപ്പോയില്ലേലും, ആ തീച്ചൂളയുടെ നടുവില് ദൈവം ഇറങ്ങി പ്രവർത്തിച്ചില്ലേലും ഈ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. ഇതായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉറപ്പ്, ധൈര്യം, വിശ്വാസം. എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് രാത്രികാലം നമ്മളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിക്കേ, ശൗൽ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന സാഹചര്യം അല്ല പ്രൈസ് ദി ലോർഡ് അത്രമാത്രം നല്ലൊരു സാഹചര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ബന്ധനത്തിലാണ് കിടക്കുന്നത്, അധികാരികളുടെ നടുവിലാണ് പോയി നിൽക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. എന്നാൽ അതിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന അവസരം സന്തോഷത്തോടെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ പ്രസന്റ് ചെയ്യുന്ന പൗലോസിനെയാണ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഭാവികാല പ്രത്യാശയെ കുറിച്ചാണ് പൗലോസ് പ്രാരംഭമായിട്ട് അവരെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 5-ാമത്തെ വാക്യം തൊട്ട് നമ്മളൊന്ന് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീക്ഷനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്ന രാജാവേ, യഹൂദന്മാർ എന്റെ മേല് കുറ്റം ചുമത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ പൗലോസ് പറയുകയാണ് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. 12 ഗോത്രങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. ആ പ്രത്യാശയെ പ്രാപിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ, അതൊരു വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തെ കുറിച്ചുള്ള പ്രത്യാശ ഹേതുവായിട്ടാണ് അവൻ എന്ത് ചെയ്തത്? രാപ്പകല് ശ്രദ്ധയോടെ ആരാധിച്ച് അതിനെ എത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെയധികം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രാപ്പകല് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, കൂട്ടായ്മ ആചരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരാധനയുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറയുന്നു, പിതാക്കന്മാര് അവർക്ക് ലഭിച്ച പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രത്യാശ നിമിത്തമായിട്ട്
വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി അവര് ശ്രദ്ധയോടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ത് ചെയ്യുകയാണ്? ആരാധിച്ചുകൊണ്ട് അതിനെ എത്തിപ്പിടിക്കുവാൻ ശ്രമിച്ചു. ആ പ്രത്യാശ നിമിത്തമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ബന്ധനസ്ഥനായിട്ട് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 23-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ പിതാക്കന്മാർ എന്താണോ പ്രത്യാശിച്ചത്, 12 ഗോത്രങ്ങള് എന്താണോ പ്രത്യാശിച്ചത്, എന്തിനു വേണ്ടിയാണ് അവർ ശ്രദ്ധയോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്, അതേ പ്രത്യാശയെ കുറിച്ച് പ്രവാചകന്മാരും മോശയും ഒക്കെ ഭാവി കാലത്ത് സംഭവിക്കുന്ന പ്രത്യാശയെ കുറിച്ച് പറഞ്ഞു. അതേ പ്രത്യാശ തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. അതിനപ്പുറത്ത് ഒന്നും കൂട്ടുന്നുമില്ല, ഒന്നും കുറയ്ക്കുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവമക്കളോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുത്ത ഭാവികാല പ്രത്യാശയോടുള്ള ബന്ധത്തിങ്കലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ആരാധിച്ച എനിക്ക് ലോകത്തിൽ ഇനി എന്തെങ്കിലും ഒരു നന്മ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാകരുത് നമ്മുടെ ആരാധന. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ആരാധനകളൊന്നും ദൈവ സ്വീകാര്യമായ ആരാധനയല്ല. ദൈവ സ്വീകരിക്കുന്ന ആരാധന പ്രത്യാശ നിർഭരമായിട്ടുള്ള ആരാധനയാണ്. അല്ലെങ്കിൽ ആ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടില് ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കൈയടിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈസ് ഉപവസിച്ചാൽ നിങ്ങൾക്ക് ഇന്ന നന്മ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ വഴിതിരിച്ചു വിടുന്നുവെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നമുക്കൊരു പ്രത്യാശയുള്ളൂ. ആ പ്രത്യാശ കർത്താവിന്റെ വരവെങ്കിൽ ആ നിത്യതയുടെ അനുഭവത്തിൽ നമുക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ്. ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ദൈവത്തിന് ആരാധന കൊടുത്ത് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് കളയുന്ന ഏതെങ്കിലും വാക്കുകളോ മെസ്സേജുകളോ കടന്നു വരുന്നുവെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരുന്നു കൊണ്ട് നിത്യതയെ കുറിച്ചുള്ള വെളിച്ചത്തിൽ ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഇടവരണം എന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ അധിക സമയം ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് വളരെ വ്യക്തമായിട്ട് തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, താന് ബന്ധനത്തിലായിരുന്നാലും അവിടെയും കർത്താവിന്റെ നാമത്തെ ഉയർത്തണമെന്നും തന്റെ പ്രത്യാശയെ വിട്ട് ഒഴിയാതെ ആ പ്രത്യാശയ്ക്ക് വേണ്ടി ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കിതിന്റെ പ്രാരംഭ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. പൗലോസിന്റെ ആ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് കർത്താവുമായിട്ടുള്ള തന്റെ ആഴമായ ഒരു ബന്ധവും തന്റെ മാനസാന്തരത്തെ കുറിച്ച് പൗലോസ് പറയുന്ന ചില വചനങ്ങളുണ്ട്. അതാണ് അധികമായിട്ട് ഞാനൊന്ന് എംഫസൈസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളൊന്ന് നോക്കിയാട്ടെ, അതിന്റെ 13-ാമത്തെ വാക്യം തൊട്ട്. പ്രൈസ് ദി ലോർഡ്. 26-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം തൊട്ട്. രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയില് എന്നോട് പറയുന്നൊരു ശബ്ദവും ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവ് എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എന്ന് കർത്താവ് പറയുകയാണ്. അവിടെ പൗലോസിനുണ്ടായ ആ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്ന നട്ടുച്ച സമയത്താണ് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം ഞങ്ങളുടെ ചുറ്റിനും ചുറ്റി മിന്നുവാൻ ഇടവന്നു. അത് ഞങ്ങൾ കണ്ടെന്നാ പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ആ പ്രകാശം ഇങ്ങനെ ചുറ്റി മിന്നിയപ്പോൾ ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണെന്ന്
ആമേ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാ. ആമേൻ. അതിനുശേഷം പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. പ്രൈസലോ, എല്ലാവരും നിലത്ത് വീണപ്പോൾ ആമേ ശൗലേ ശൗലേ. അപ്പം വ്യക്തിപരമായി ശൗലിനെ വിളിക്കുന്ന ഒരു ശബ്ദം. ഹല്ലേലൂയ. ശൗല് ആമേ കേൾക്കുന്നതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. പ്രൈസലോ. അപ്പോ ഈ പ്രകാശം ചുറ്റി മിന്നുകയും അവര് നിലത്ത് വീഴുകയും ചെയ്യുക മാത്രമല്ല, വളരെ പേഴ്സണൽ ആയിട്ട്, വ്യക്തിപരമായിട്ട് ശൗലിനോട് കർത്താവ് സംസാരിക്കുന്നത്, ശൗല് കേൾക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും പലരും വീഴുന്നുണ്ട്. പ്രൈസലോ. വീണ് കുറച്ച് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോകുന്നു എന്നല്ലാതെ അവരുടെ ജീവിതത്തിനകത്ത് വലിയ രൂപമാറ്റങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. പ്രൈസലോ. എന്നാൽ ബൈബിളിനകത്ത് പറയുന്ന ആ എക്സ്പീരിയൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അവരെല്ലാവരും വീണെങ്കിലും ദൈവത്തിന് വ്യക്തിപരമായിട്ട് ഒരുവനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവൻ ദൈവ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കുകയാ. പ്രൈസലോ. കേൾക്കുക മാത്രമല്ല, ആ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിന് ശേഷം ശൗൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം ആകമാനം മാറുന്നതാണ് നമുക്ക് ദൈവവചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രികാലം ദൈവവചനം നമ്മളോട് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ഒരുവനെ ഉപയോഗിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിനകത്ത് ഒന്നാമതായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, അതുവരെ അവന്റെ ജീവിതത്തിനകത്തുള്ള എല്ലാ ഉയർച്ചകളിൽ നിന്നും അവൻ എന്ത് ചെയ്യും? താഴോട്ട് ദൈവം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശൗലിന്റെ ജീവിതം ശ്രദ്ധിച്ചേ. അതുവരെ ന്യായപ്രമാണം ഇത്രയും ആധികാരികമായി പഠിച്ച ഒരു വ്യക്തി ഇല്ല. ന്യായപ്രമാണത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിയാവുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇല്ല. പ്രൈസ്. അത് മാത്രമല്ല, അധികാരികളൊക്കെ ആയിട്ട് നല്ല ഒരു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ബന്ധമാണ്. കാരണം എന്താ? അധികാരികളിൽ നിന്ന് അധികാര പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പ്രൈസ് ക്രിസ്തീയ ജനത്തെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാ ശൗല് യാത്ര ചെയ്യുന്നത്. പ്രൈസ്. അപ്പൊ നോക്കിക്കേ, ശൗലിന്റെ ജീവിതത്തിനകത്ത് തൻ്റെതായിട്ടുള്ള അറിവ്, കഴിവ്, അധികാരങ്ങളോടുള്ള ബന്ധം, ഇതെല്ലാം ഒരു ഉയർച്ചയായിരുന്നു. പ്രൈസല്ലോ. എന്നാൽ കർത്താവിന് ഒരുവനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ ഈ ഉയർച്ചകളിൽ നിന്നെല്ലാം ശൗലിനെ താഴേക്ക് വീഴ്ത്തി. പ്രൈസല്ലോ. എന്നിട്ട് വ്യക്തിപരമായിട്ട് ഇടപെടുക. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? മുള്ളിന് നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമായി തീരും എന്ന് ഹൃദ്യമായി സംസാരിക്കുകയാണ്. അവിടെ ശൗലിന്റെ ജീവിതത്തിന്റെ കുറവിനെ വെളിപ്പെടുത്തുകയാണ്. ശൗൽ അടുത്ത നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? അവന്റെ കുറവുകളെ മനസ്സിലാക്കുകയും അവന് സ്വയാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണം, ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്നതിന് വ്യക്തമായ തെളിവാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ചില ഉയർച്ചകളിൽ നിന്ന് ദൈവം താഴോട്ട് നമ്മളെ കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ മനസ്സിന്റെ ഉയർച്ചയായിരിക്കാം, സ്വയത്തിന്റെ ഉയർച്ചയായിരിക്കാം. പ്രൈസ്. അതിൽ നമ്മുടെ ഹല്ലേലൂയ സാമൂഹിക ബന്ധങ്ങളിലുള്ള ഉയർച്ചയായിരിക്കാം, സാമ്പത്തിക ഉയർച്ചയായിരിക്കാം. ചില മേഖലകളെ ദൈവം സ്പർശിച്ചിട്ട് ആ മേഖലകളിൽ ചില താഴ്ചകൾ ദൈവം കൊണ്ടുവരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ശൗലിനെ ദൈവിക പദ്ധതിക്ക്, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മനസാന്തരം ജീവിതത്തിനകത്ത് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസാന്തരം മാത്രമല്ല, ഹല്ലേലൂയ, ആ മനസാന്തരത്തിൽ സംഭവിച്ച കാര്യം ശ്രദ്ധിക്കണം. സ്വയാശ്രയത്തിൽ നിന്ന് പ്രൈസ് ദി ലോർഡ്, സ്വയത്തിന്റെ ഉയർച്ചയിൽ നിന്ന് ദൈവസന്നിധി കാത്തിരിക്കുന്ന ശൗലായി മാറുകയാണ്. ദൈവാശ്രയത്തിലേക്ക് കടന്നു വരിക. ദൈവം ഇനി എന്തെങ്കിലും സംസാരിച്ച മുമ്പോട്ട് പോകുന്ന
ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു വരികയാണ്. അതുവരെ അവന് വാഹന മൃഗത്തിന്റെ മുകളിൽ യാത്ര ചെയ്തു. കണ്ണ് കാണാൻ മേലാതായപ്പോൾ മറ്റുള്ളവർ പിടിച്ചു കൊണ്ടുവന്ന് അവനെ പട്ടണത്തിൽ ഒരു ഭവനത്തിലാക്കി വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. അവിടെ നിന്ന് അവൻ ദൈവാശ്രയത്തിലേക്ക് വരികയും പ്രൈസലോ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കർത്തൃദാസൻ കടന്നു എന്ന് ഈ ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് കാഴ്ച ലഭിച്ച് അവൻ സ്നാനപ്പെട്ട് അവൻ ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി എന്ന് ദൈവവചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പൊ നോക്കുക, പ്രൈസലോ അവനെ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആദ്യമായി ദൈവം ചെയ്തത് ചില ഉയർച്ചകളുടെ ആ കൊമ്പുകളെ ദൈവം ഒടിക്കുവാൻ ഇടവന്നു. പ്രൈസലോ. അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, മനസ്സാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, സ്വയാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ആ ശൗലിനെ ദൈവം കൊണ്ടുവന്നു. ഇന്ന് രാത്രികാലം വളരെ വ്യക്തമായിട്ട് ഇതിനകത്തിരിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവിന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ ഉണ്ടായിരുന്ന ചില ഉയർച്ചകൾ, ഹല്ലേലൂയ, ചില ആശ്രയങ്ങൾ, ഹല്ലേലൂയ, അതിന്റെ കൊമ്പുകളെ ദൈവം ഒടിച്ചിട്ടുണ്ടെങ്കിൽ അത് തകർത്ത് കളയാൻ അല്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ നമ്മൾ ആശ്രയിച്ച ചില മേഖലകളിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായെങ്കിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു വലിയ ഉദ്ദേശവും പദ്ധതിയും ഉള്ളത് കൊണ്ടാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുകയും. അപ്പോ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ ശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികളെ നിറവേറ്റിയെടുക്കും എന്നുള്ളതാണ് ദൈവവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്ന നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഹല്ലേലൂയ. കർത്താവ് ശൗലിനോട് സംസാരിച്ചത് ഏത് ഭാഷയിലാ? എബ്രായ ഭാഷയിലാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്കോ ഇന്നുള്ള കോണ്ടസ്റ്റിലേക്കോ അതിനെ ഹല്ലേലൂയ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കുന്നുവെങ്കിൽ അത് ഹൃദ്യമായിരിക്കും, വ്യക്തമായിരിക്കും. അതിലൂടെ ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായിട്ട് ഉണ്ടാകുമെന്നും ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോ നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. അപ്പൊ നോക്കുക, കർത്താവ് എന്തിനാണ് പ്രത്യക്ഷനായത്? എന്തിനാണ് ശൗലിന്റെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷനായി ശൗലിനോട് ഹൃദ്യമായി സംസാരിച്ച് അവനെ മാനസാന്തരത്തിലേക്ക് ഒരു രൂപമാറ്റത്തിലേക്ക് അവനെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? പ്രൈസ് ദി ലോർഡ്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിനക്ക് പ്രത്യക്ഷനായി നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായിട്ട് നിയമിക്കുവാൻ വേണ്ടിയാണ്. അവിടെ ഒരു ഓർഡിനേഷൻ ആണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയുള്ള ഓർഡിനേഷന്? പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകനായിട്ട് സാക്ഷിയായിട്ട് നിൽക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ ആ കര സ്പർശനം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഒരുവനെ ദൈവത്തിന് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോ അവന്റെ ചില ഉയർച്ചകളെ ഒടിച്ച് അവനെ താഴെ കൊണ്ടുവന്ന് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവസന്നദ്ധിയില് സമർപ്പിതമായ ജീവിതത്തിലേക്ക് ദൈവാശ്രയത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ആശ്രയത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ അവനെ രൂപപ്പെടുത്തി എടുത്തതിന് ശേഷം അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ശുശ്രൂഷകനായിട്ട് സാക്ഷിയായിട്ട് നിർത്തുവാൻ ദൈവം അവന്റെ മേൽ ആ അഭിഷേകത്തെ പകരുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്.
പറയുന്നത്. ഇന്ന് രാത്രികാലം ആർക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആമേൻ, ഒന്നാമതായിട്ട് വേണ്ടത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മുടേതായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഒടിയപ്പെടണം. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും കണ്ണുനീരോടെ ദൈവസന്നിധി സമർപ്പിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ദൈവത്തിന്റെ കരത്താൽ നമ്മൾ നിയോഗിക്കപ്പെടുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 17ാമത്തെ വാക്യം നോക്കിയാട്ടെ. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെയധികം, ആമേൻ, ചിന്തിപ്പിച്ച, ഹല്ലേലൂയ, വളരെയധികം എന്റെ ഹൃദയത്തോട് സംസാരിച്ച ചില വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം കണ്ടെത്തി, ആമേൻ, ഓർഡൈൻ ചെയ്ത ശുശ്രൂഷകനായിട്ട്, സാക്ഷിയായിട്ട്, ആമേൻ, ഞാൻ നിന്നെ നിർത്താനാണ് ഞാൻ പ്രത്യക്ഷനായിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. ജനത്തിന്റെ നടുവിൽ നിന്ന്, ആമേൻ, ജാതികളുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? രക്ഷിക്കുമെന്ന്, ആമേൻ, ദൈവത്തിന്റെ വചനം പറയുക. അപ്പോൾ ശൗലിനെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ആമേൻ, ജാതികളുടെ നടുവിൽ ഒരു അപ്പോസ്തലനായിരിക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി തന്നെ വേർതിരിച്ച് പറഞ്ഞയക്കുമ്പോൾ, ആമേൻ, ശൗലിനോട് വ്യക്തമായി, അല്ലെങ്കിൽ പൗലോസിനോട് വ്യക്തമായി പറയുന്ന കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ജനത്തിന്റെ ഇടയില്, ജാതികളുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. പ്രൈസ്. അപ്പോ ദൈവമക്കളോട് വചനത്തിന് വ്യക്തമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ദൈവം നമ്മളെ കണ്ടു എങ്കിൽ, ദൈവത്തെ കണ്ട് നമ്മൾ വിശ്വസിച്ച്, ആമേൻ, ദൈവത്തിന്റെ മക്കളായി ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ, നമ്മളെ രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, ആമേൻ, ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. 22ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസ് പറയുകയാണ്, എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിച്ചു. എന്നോട് പറഞ്ഞു, ജനത്തിന്റെ നടുവിലും ജാതിയുടെ നടുവിലും, ആമേൻ, ഞാൻ നിന്നെ രക്ഷിക്കും. ആമേൻ. 22ാമത്തെ വാക്യത്തിനകത്ത് പറയുക, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുക ഞാൻ ഇന്ന് വരെ നിൽക്കുന്നു. അപ്പോ ദൈവം എന്താണോ വാഗ്ദത്തം ചെയ്തത് അത് തന്നെ ശൗലിന്റെ ജീവിതത്തിൽ, പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം നൽകി കൊടുത്തു. പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ആ സഹായം എനിക്ക് ലഭിച്ചത് കൊണ്ട് ഇന്ന് വരെ ഞാൻ നിൽക്കുന്നു. ആമേ, പ്രൈസ് ദി ലോർഡ്. ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിൽക്കുന്നത് ആരുടെ സഹായം ഉള്ളതുകൊണ്ട്? ദൈവത്തിന്റെ സഹായം ഉള്ളതുകൊണ്ട്. ആമേ, ശുശ്രൂഷ ചെയ്യുന്നത് ആരുടെ സഹായം ഉള്ളതുകൊണ്ട്? ദൈവത്തിന്റെ സഹായമുള്ളത്. ചെറിയവരോടും വലിയവരോടും ഈ സാക്ഷ്യം പറഞ്ഞു പോരുന്നു എന്നാ പറയുന്നത്. അത് ശുശ്രൂഷയെ കാണിക്കുന്നു. ആമേൻ. ഇത് ആരുടെ സഹായം ഉള്ളതുകൊണ്ട്? ദൈവത്തിന്റെ സഹായം ഉള്ളതുകൊണ്ട്. ഇന്ന് രാത്രികാലം വചന ഹൃദ്യമായി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആത്മീയ ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ സഹായം വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്തില് ആരും നമ്മുടെ കൂടെ ഇല്ലേലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആ കയ്യൊപ്പ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, ആമേൻ, മറിഞ്ഞു പോകാതെ, തകർന്നു പോകാതെ നിൽക്കാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയുമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്ന്, ആമേൻ, മനഃശാന്തരത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മുടെ പല ഉയർച്ചകൾ ഓടിയട്ടെ. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്ത് സമർപ്പിക്കുക. ആ ദൈവാശ്രയത്തിലേക്ക് കടന്നു വരാൻ. നമുക്ക്, ആമേൻ, ഒരു പക്ഷെ ഒത്തിരി റിസോഴ്സസ് ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. കഴിവുണ്ടായിരിക്കാം, പഠനത്തിന് അറിവുണ്ടായിരിക്കാം. പ്രൈസ്. ഇതുകൊണ്ടൊന്നും നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് നിൽക്കണമെങ്കിൽ ദൈവ സഹായം വേണം. ദൈവ സഹായം ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇനി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ സഹായം വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവ സഹായം വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാനോ പ്രവർത്തിക്കാനോ കഴിയത്തില്ല. ഓരോ ദിവസവും ദൈവം നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. അവൻ വിളിച്ചുവെങ്കിൽ അവൻ നമ്മളെ നിർത്തും. ഹല്ലേലൂയ. അവൻ നമ്മളെ ഉപയോഗിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പൊ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞല്ലോ. എന്താ ശുശ്രൂഷ എന്ന്, ആമേൻ, ഇവിടെ അടുത്തതായിട്ട് പറയുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കണമേ. പ്രൈസ് ദി ലോർഡ്. 17ാമത്തെ വാക്യം തൊട്ട്, ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിലും ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ
ഈ ശുശ്രൂഷ എന്താണ്? ഹല്ലേലൂയ. യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സുവിശേഷം അവരോട് പറയുമ്പോൾ ആമേൻ സംഭവിക്കുന്ന 4 കാര്യങ്ങളാണ് ആമേൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന്, ആമേൻ ഇരുളിൽ നിന്ന് അവര് വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ആമേൻ അവൻ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. 2, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തേത് എന്തായിരുന്നു? ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. 2, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് കടന്നു വരുന്നു. 3, അവന്റെ പാപങ്ങൾ മുഴുവനായിട്ട് മോചിക്കപ്പെടുന്നു, ക്ഷമിക്കപ്പെടുന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാലാമതായിട്ട് പ്രൈസ് ദി ലോർഡ് അവിടെ എഴുതിയിരിക്കുന്നത് അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാലാമതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു അവർക്ക് എന്ത് ലഭിക്കുന്നു? അവകാശം ലഭിക്കുന്നു. സ്വർഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങളാലും ഹല്ലേലൂയ നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സുവിശേഷത്തിലാണ് നിങ്ങൾ വിശ്വസിച്ചതെങ്കിൽ, യേശു കർത്താവിലാണ് നിങ്ങൾ വിശ്വസിച്ചതെങ്കിൽ, നിങ്ങൾ ഇന്ന് ഇരുളിന്റെ നടുവിലല്ല, വെളിച്ചത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താന്റെ അധികാരത്തിന്റെ കീഴിലല്ല, ദൈവത്തിങ്കല്ല. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാപങ്ങളെ ദൈവം എന്ത് ചെയ്തിരിക്കുക? മോചിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ആരും വന്ന് പാപം മോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നീതിബോധം ഉണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനകത്ത് തരുമ്പോൾ ആ നീതിബോധത്തിൽ ജീവിക്കാൻ ദൈവമക്കളെ നമുക്ക് ഇടവരും എന്നുള്ളതാണ് തിരുവചനം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതോടുകൂടെ നമ്മളെ അവകാശികളാക്കി തീർത്തു കേട്ടോ. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ അവകാശികള്, സ്വർഗീയ അനുഗ്രഹത്തിന്റെ അവകാശികളാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി എന്തെങ്കിലും അനുഗ്രഹം വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുകയല്ല. ലഭിച്ച അനുഗ്രഹത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ രക്ഷയുടെ സന്തോഷം നമുക്ക് അവകാശമായി ലഭിച്ചതല്ലേ. ഹല്ലേലൂയ. ആ രക്ഷയുടെ സന്തോഷത്തിൽ ഇന്ന് രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ പ്രത്യാശയില്ലായിരുന്നു, നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് അവകാശമായി ദൈവം തന്നതാ. ഹല്ലേലൂയ. ആ നിത്യതയുടെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ മുന്നിൽ വെച്ച് കഴിഞ്ഞ് ഈ ലോകത്തിന്റെ ഒരു കഷ്ടതകളിലും പതറിപ്പോകാതെ ധൈര്യത്തോടെ ഉറപ്പോടെ നിൽക്കാൻ നമുക്ക് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തി. ഞാൻ നിങ്ങളോട് എല്ലാ നാളും കൂടിയിരിക്കുമെന്ന് എന്റെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ എന്തിനാ പിന്നെ ഭാരപ്പെടുന്നത്? ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൂടെ ആ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ അവന് മുമ്പോട്ട് പോകാൻ പറ്റും. ആ നിത്യതയിൽ എത്തിച്ചേരാൻ പറ്റും എന്ന ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മളെ ദൈവം വിളിച്ച ശുശ്രൂഷ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇരുളിൽ നിന്ന് ചിലതിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അന്ധകാരത്തിന്റെ അല്ലെങ്കിൽ സാത്താന്റെ അധികാരത്തിൽ നിന്ന് ചിലതിനെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പറയുമ്പോൾ, സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ അവരുടെ എല്ലാ പാപങ്ങളും ആ പാപത്തിന്റെ കടങ്ങളും ക്ഷമിക്കപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതത്തിനകത്ത് അവരെ അവകാശികളാക്കി തീർക്കുകയാ. ദൈവമക്കളോടുകൂടെ കൂട്ടവകാശികള്, നിത്യതയുടെ അവകാശികൾ. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളാക്കി ദൈവം നമ്മളെ തീർക്കുകയ. മക്കളെങ്കിലോ അവകാശികളാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല ദൈവത്തിന് എത്ര പേർക്ക് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരുവനെ ഉടച്ച് ഒരുവനെ താഴേക്ക് കൊണ്ടുവന്ന് അവിടെ മനസ്സാന്തരപ്പെടുത്തി പ്രൈസ് ദി ലോർഡ് ആത്മാവിൽ നിറച്ച്, ഹല്ലേലൂയ, ദൈവശക്തിയാൽ നിറച്ച് യേശു തന്നെ ക്രിസ്തുവെന്ന് വെളിപ്പെടുത്തക്ക ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്റെ കർത്താവ് ഇറങ്ങി വന്ന് പ്രത്യക്ഷനായി അവനെ ഓർഡൈൻ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജനത്തിന്റെ നടുവിലേക്ക് പോകേണ്ടി വരും, ജാതികളുടെ നടുവിലേക്ക് പോകേണ്ടി വരും. ഞാൻ നിന്നെ രക്ഷിക്കും. പ്രൈസ്
പ്രൈസലോ. പൗലോസ് പറയുക, ആമേ പ്രൈസലോ, ആ ദൈവം എന്താണോ വാഗ്ദത്തം ചെയ്തത്, ആ ദൈവത്തിന്റെ സഹായം ഇന്ന് വരെ എനിക്ക് ലഭിച്ചത് കൊണ്ട് ഞാൻ നിൽക്കുന്നു. ഹല്ലേലൂയ. ചെറിയവരോട് വലിയവരോടും ആമേ പ്രൈസലോ ഞാൻ ഈ സാക്ഷ്യം പറയുന്നതിന് കാരണം ആ സഹായം എനിക്ക് ലഭിച്ചത് കൊണ്ട്. പ്രൈസലോ. എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. തകർന്നു പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നില്ലേ? ഹല്ലേലൂയ. ആമേൻ. എത്രയോ കഷ്ടതകൾ, എത്രയോ രോഗങ്ങൾ, എത്രയോ പ്രയാസങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നില്ലേ? നമുക്ക് വിശ്വാസത്തോടൊന്ന് പറയാൻ പറ്റുമോ? എന്റെ ദൈവത്തിന്റെ സഹായം എനിക്ക് ലഭിച്ചത് കൊണ്ട് ഇന്ന് രാത്രികാലവും ഞാൻ നിൽക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് സഹായം ലഭിച്ചത് കൊണ്ട് ഇന്ന് രാത്രികാലവും ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം ആരാധന അർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് സഹായം എനിക്ക് ലഭിച്ചത് കൊണ്ട് ഇന്ന് രാത്രികാലവും ഞാൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഇരുന്നില്ലെങ്കിൽ നമുക്ക് ആമേൻ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ആമേൻ നമുക്ക് വിശ്വാസത്തോടെ പറയാം, ആമേൻ ഇനിയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അവൻ നമ്മളെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. പ്രൈസലോ. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതിന്റെ 19ാമത്തെ വാക്യത്തിനകത്ത്, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരൂശലേമിലും യഹൂദിയ ദേശത്തെങ്ങുമുള്ളവരോട് പിന്നെ ജാതികളോട് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാര് ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. പ്രൈസലോ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിക്കാതെ, ഹല്ലേലൂയ, ഇതുവരെയും പ്രൈസലോ ആമേൻ ഹല്ലേലൂയ, യെരൂശലേമില്, ദമസ്കോസില്, യഹൂദ്യ ദേശത്ത് ആമേൻ എല്ലാം ഉള്ള ആളുകളോട് ഞാൻ പറഞ്ഞു, മനസ്സാന്തരപ്പെടണം. പ്രൈസലോ. ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ട് മനസ്സാന്തരപ്പെടണം. അവിടെ പറഞ്ഞു നിർത്തിയ വലിയ കുഴപ്പമില്ല. ഹല്ലേലൂയ. അടുത്തൊരു വാക്ക്, മനസ്സാന്തരത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. പ്രൈസലോ. അതുകൂടെ പറഞ്ഞപ്പോ കൊല്ലുവാൻ ശ്രമിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. പ്രൈസലോ. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ദൈവം തന്ന ഒരു ദർശനമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് തന്ന ഒരു ആത്മഭാരമുണ്ട്. ആ ദർശനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആമേൻ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയൊരു ദൗത്യം ആമേൻ ചിലരെയും കൂടെ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. മനസ്സാന്തരം ഒരുവന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ മനസ്സാന്തരത്തിന്റെ പ്രവർത്തികള് അവന്റെ ജീവിതത്തിനകത്തു നിന്ന് വെളിപ്പെടുവാൻ ഇടവരും. പ്രൈസലോ. ഇന്ന് രാത്രികാലം യഥാർത്ഥ മനസ്സാന്തരം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ കർത്താവ് നമ്മളിൽ ആമേൻ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ, നമ്മുടെ പ്രവർത്തികളിലൂടെ ആമേൻ നമ്മളെ കാണുന്ന ഓരോ വ്യക്തികളും കാണും. ഹല്ലേലൂയ. അനുഭവിക്കും. പ്രൈസലോ. ആമേൻ. അത് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? പ്രൈസലോ. നമുക്ക് മനസ്സാന്തരം ഉണ്ടായിട്ടുണ്ടെന്ന് തെളിവാ മാനസാന്തരത്തിന്റെ പ്രവൃത്തി നമ്മളിൽ നിന്ന് വെളിപ്പെടുകയാ. ആമേൻ. ആ മാനസാന്തരത്തിന്റെ പ്രവൃത്തി ആമേൻ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ കാണണം, നമ്മളായിരിക്കുന്ന സഭയ്ക്കകത്ത് കാണണം, നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് കാണണം, നമ്മുടെ ഓഫീസിനകത്ത് കാണണം, നമ്മുടെ ജോലി ആമേൻ ചെയ്യുന്ന സ്ഥലത്ത് കാണണം, നമ്മൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും അത് കാണണം. കാരണം മാനസാന്തരം ഒരുവന്റെ അകത്ത് സംഭവിക്കുന്ന കാര്യം എന്നാ? ആമേൻ. മാനസാന്തരം ഒരുവന്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രവൃത്തിയിലും ആമേൻ അത് വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തുകയാ. ദൈവസ്നേഹം നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട്. പ്രൈസ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ആമേൻ കാണിച്ച മാതൃകകളെ പിൻപറ്റുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. പ്രൈസലോ. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. ആമേൻ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. സാഹചര്യങ്ങൾ എന്ത് തന്നെയാകട്ടെ, നമ്മുടെ ഒറ്റ മനോഭാവം ഇതായിരിക്കണം. എന്റെ ജീവിതത്തിൽ വന്നത് കഷ്ടതയാണെങ്കിലും അത് രോഗമാണെങ്കിലും ആമേൻ പ്രൈസലോ, എന്റെ കർത്താവ് അറിയാതെ ഇത് വരുന്നില്ല. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഇതെന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചത് ഞാൻ പിറുപിറുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. ഹല്ലേലൂയ. ആമേൻ. ഇതെന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചത് ആമേൻ പ്രൈസലോ, അനേകര് എന്റെ അടുക്കലേക്ക് കഷ്ടതയുടെ നടുവിൽ വരും, ഈ രോഗത്തിന്റെ നടുവിൽ വരും, ഈ പ്രതിസന്ധിയുടെ നടുവിൽ വരും. അവരുടെ നടുവിൽ നിരാശയുടെ വാക്ക് പറയാനല്ല, മറിച്ച് എന്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് പറയാൻ. ഹല്ലേലൂയ. ആമേൻ. എന്റെ ജീവിതത്തിനകത്ത് ആമേൻ എന്നെ നിർത്തിയിരിക്കുന്നത് എന്റെ കർത്താവാണെന്ന് ആമേൻ അവരോട് പറയാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണ്.
അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരട്ടെ, സ്വയാശ്രയത്തിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ആമേ. സ്വയശക്തിയിൽ നിന്ന് ദൈവശക്തിയിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് മാറട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേ. കർത്താവിന്റെ കയ്യൊപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. വെറുതെ അല്ല നമ്മളെ വിളിച്ചത്. നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്ക് പ്രായം കഴിഞ്ഞു പോയെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമില്ലെന്ന് ചിന്തിക്കേണ്ട. നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി. എസ്തേറിനോട് മൊർദെഖായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കാലത്തിലേക്കല്ലയോ നിന്നെ രാജസ്ഥാനത്താക്കിയിരിക്കുന്നത്. ആമേൻ. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ആമേൻ യഹൂദന്മാർക്ക് മറ്റൊരിടത്തുനിന്ന് രക്ഷ വരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് എസ്തേറിനുണ്ടായപ്പോൾ എസ്തേർ പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കണം, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ രാജാവിന്റെ മുമ്പിൽ കടന്നു എന്ന് ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല, നമുക്കിങ്ങനെ കൂടി വരാൻ കഴിയുമോ എന്ന് അറിയത്തില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിശ്വസ്തയോടെ മാനസാന്തരത്തിന് ഫലം കായ്ച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുക. ഈ വചനത്താൽ ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. പ്രൈസ്.